രാഹുൽ ഗാന്ധിയെ ബൈ ചെയ്യാൻ അദാനി ശ്രമിച്ചു. പക്ഷേ എങ്ങനെ രാഹുൽ ഗാന്ധി അതിന് വഴങ്ങിയില്ല എന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാജ്ദീപ് സർദേശായിയുടെ ഏറ്റവും പുതിയ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അങ്ങനെ ശതകോടീശ്വരന്മാർക്ക് വിലക്കെടുക്കാൻ നിന്നു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല എന്ന് തെളിയിച്ച രാഹുൽ ഗാന്ധിക്ക് ഏത് വിഷയവും പാർലമെന്റിൽ എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാമല്ലോ, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാം. ശരി, അദാനിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എന്താ ആവശ്യപ്പെട്ടത്? അമേരിക്കയിൽ അദാനിക്കെതിരായിട്ട് കേസ് വന്നു. അതിൻ്റെ പുറത്ത് ഇന്ത്യയിലുള്ള അദാനിയുടെ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കണം എന്നല്ലേ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്? ഇത്രയും വലിയൊരു വിവരക്കേട് ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കണോ? അങ്ങനെയാണെങ്കിൽ അഭിലാഷ് ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഈ സോണിയാഗാന്ധിക്കെതിരായിട്ട് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ ഇറ്റലിയിൽ ഒരു കോടതി വിധി ഉണ്ടായിരുന്നു. അവരെ കുറ്റവാളിയാക്കിയിട്ട് കോടതി വിധിച്ചതാണ്. ആ കേസ് പിന്നീട് അപ്പീൽ പോയി, ശരിയാണ്. പക്ഷെ അന്ന് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് കൈമാറേണ്ടിയിരുന്നോ? അവിടുത്തെ കോടതിയിൽ കേസുണ്ടെങ്കിൽ ആ കോടതി ആവശ്യപ്പെട്ടിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഇന്ന ആൾ ഇന്ത്യയിലുണ്ട്, അയാൾക്കെതിരായിട്ട് നടപടി എടുക്കണമെങ്കിൽ അതിനൊരു ജുഡീഷ്യൽ പ്രോസസ് ഇല്ലേ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ആർക്കൊക്കെയാണ് പൈസ കൊടുത്തതെന്ന് ഇപ്പോൾ അഭിലാഷ് വിശദീകരിച്ചല്ലോ. ആരൊക്കെയാണ് അദാനിയുടെ കാശ് വാങ്ങിയതെന്ന്. ഇപ്പോൾ നൗഷദ് അലി പറഞ്ഞത് എന്താ? ഇവിടെ അദാനിക്കൊരു പ്രധാനമന്ത്രി ഉണ്ടെന്നാ. ഞാൻ നൗഷദ് അലി ഒരു ചരിത്രം കൂടി പറയാം. 1988 അദാനി ആദ്യത്തെ മേജർ ബിസിനസ് മൂവ് നടത്തുന്നത്, കമ്മോഡിറ്റി പ്രൈസിങ്ങിലുള്ള ബിസിനസ് തുടങ്ങുന്നത്. അന്ന് ആരാ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധിയാണ്. 1993 ആണ് മുദ്ര പോർട്ടിനോട് ചേർന്ന് സ്ക്വയർ ഫീറ്റിന് 10 രൂപ വച്ചിട്ട് സ്ഥലം കൊടുത്തത്. 93 അന്ന് നിങ്ങളുടെ ഭരണമാണ് ഉള്ളത്. 93 അദാനിക്ക് മുദ്ര പോർട്ടിൽ ആധിപത്യം കൊടുക്കുന്നത്, ഷെയർസ് കൊടുത്തിട്ട് അതിന് ആധിപത്യം കൊടുക്കുന്നത്. പിന്നെ 2006 അദാനിക്ക് സ്പെഷ്യൽ എക്കണോമിക് സോണിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തത്. അന്നും കോൺഗ്രസ്സുകാരാ. ഈ രാജ്യത്ത് അദാനിക്ക് ഇത്രത്തോളം സഹായം നൽകിയത് കോൺഗ്രസ് ഭരണകാലത്താണ്. നേരത്തെ പറഞ്ഞില്ലേ 10,000 മടങ്ങിന്റെ ആസ്തി ഉണ്ടാക്കിയെന്ന്. ഈ 10,000 മടങ്ങ് ആസ്തി ഉണ്ടാക്കാൻ അദാനിക്ക് സഹായം നൽകിയത് പഴയ കാലത്ത് കോൺഗ്രസ്സുകാരാ. 88 അദാനിയെ സഹായിച്ചത് ഞങ്ങളല്ല, കോൺഗ്രസ് ആണ് എന്നാണ് ബിജെപിയുടെ വാദം. ശരി.